നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് ഈ മണിക്കൂറിലെ ഒരു പ്രധാന വാർത്തയിലേക്ക്. ശബരിമല സന്ദർശനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കൊയിലാണ്ടി സ്വദേശിനി ബിന്ദു. പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും ശബരിമലയിലേക്ക് വീണ്ടും പോകുമെന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും ബിന്ദു രംഗത്ത് വന്നിരിക്കുകയാണ്. സുരക്ഷ നൽകാമെന്ന നേരത്തെയുള്ള ഉറപ്പിൽ നിന്ന് പോലീസ് പിന്മാറിയെങ്കിലും സുരക്ഷ ഒരുക്കുമെന്ന സർക്കാർ നൽകിയ വാക്ക് പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഒരു സ്വകാര്യ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ബിന്ദു വ്യക്തമാക്കി. ഇതോടെ ഭക്തരും അയ്യപ്പ കർമ്മസമിതിയും കനത്ത ജാഗ്രതയിലായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശബരിമല ദർശനത്തിനായി എത്തിയ ബിന്ദുവിനെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ ശബരിമല ദർശനത്തിനായി എത്തിയ തങ്ങളെ പോലീസ് കബളിപ്പിച്ച് തിരിച്ചിറക്കിയെന്ന് ബിന്ദു നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നു. പോലീസിനെ അറിയിക്കാതെ പമ്പയിലെത്തിയ ബിന്ദുവും കനകദുർഗയും പമ്പയിലെത്തി അവിടെ കുറച്ചുനേരം വിശ്രമിച്ച ശേഷം ഗാർഡ് റൂം വഴി ശബരിമല കയറ്റം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ അപ്പാച്ചമേട് ഭാഗത്ത് എത്തിയതോടെ ഇവർക്കെതിരെ ഭക്തരുടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കുമ്പോൾ ദർശനത്തിന് തടസ്സമുണ്ടാകില്ലെന്ന ഉറപ്പിലാണ് അന്ന് ഇവർ മടങ്ങിപ്പോകാൻ സന്നദ്ധത അറിയിച്ചത്. എന്തായാലും ശബരിമല സന്ദർശനത്തിൽ നിന്ന് പിന്നോട്ടില്ല, പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോകുമെന്ന ബിന്ദുവിന്റെ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അയ്യപ്പ വിശ്വാസികളും കർമ്മസമിതിയും അടക്കമുള്ളവർ. ആചാര ലംഘനത്തിനായി മനിതികൾ വീണ്ടും ശബരിമലയിലേക്ക് എത്തുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ബിന്ദുവും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മകരവിളക്ക് കാലത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുമ്പോഴോ തിരുവാഭരണം സന്നിധാനത്ത് എത്തുമ്പോഴോ പ്രവേശിക്കാനാണ് മനിതികളുടെ തീരുമാനം. ആചാര ലംഘനം ഉണ്ടായാൽ നടയടയ്ക്കുമെന്ന പന്തളം കൊട്ടാരത്തിന്റെയും മന്ത്രിയുടെയും തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് ഈ ദിവസം മനിതികൾ തിരഞ്ഞെടുത്തതെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനിടയിലാണ് ബിന്ദുവും നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും മകരവിളക്ക് ഉത്സവത്തിനായി നാളെ ശബരിമല നട തുറക്കാനിരിക്കുകയാണ്. മണ്ഡലകാലത്തുണ്ടായ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ്. അതേസമയം മകരവിളക്ക് കാലത്ത് വീണ്ടും തിരിച്ചെത്തുമെന്ന യുവതികളുടെ പലരുടെയും പ്രഖ്യാപനത്തെ തുടർന്ന് കർമ്മസമിതി വലിയ ജാഗ്രത പുലർത്തുകയാണ്. ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവബഹുലമായ കാഴ്ചകൾക്കായിരുന്നു ഇത്തവണത്തെ മണ്ഡലകാലം സാക്ഷിയായത്. മഞ്ജുവും മനീതി സംഘവും ബിന്ദുവും കനകദുർഗയും എല്ലാം പ്രതിഷേധക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി മലയിറങ്ങുന്ന കാഴ്ച കേരളം കണ്ടതാണ്. മകരവിളക്ക് കാലത്തും സ്ഥിതിഗതികൾ അത്ര ശാന്തമായേക്കില്ലെന്നാണ് സൂചന. നിരോധനാജ്ഞയടക്കം തുടർന്നേക്കാമെന്നും വിവരമുണ്ട്. വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയ യുവതികൾ തിരികെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വ്രതം നോക്കുന്ന ചില യുവതികളും 41 ദിവസത്തെ വ്രതം പൂർത്തിയാക്കി മല കയറാൻ എത്തുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മകരവിളക്ക് കാലത്തടക്കം ശക്തമായ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടാകാറുള്ളത്. ഈ സമയത്ത് യുവതികൾ എത്തിയാൽ അത് പോലീസിന്റെ കൈകളിലും സുരക്ഷ നിൽക്കാതെ വന്നേക്കുന്ന സാഹചര്യമുണ്ടെന്ന് അധികാരികൾക്കും ഭയമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് കോടതി വിധി വരും വരെ ഈ തീർത്ഥാടന കാലത്ത് യുവതികൾ എത്തരുതെന്ന് ദേവസ്വം മന്ത്രിക്കും പ്രസിഡന്റിനും പോലും പറയേണ്ടി വന്നത്. ജനുവരി 14 വൈകിട്ടാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്ക് ദർശനവും. 20-ന് ക്ഷേത്രനട അടയ്ക്കുകയും ചെയ്യും. ഏതായാലും മകരവിളക്കിന് യുവതികൾ എത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അയ്യപ്പ കർമ്മസമിതിയും ഭക്തരും വലിയ ജാഗ്രതയിലാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് പോലീസ്. ഏതായാലും വരും ദിവസങ്ങൾ ജനുവരി 14-ന് മകരവിളക്കിന് എന്തായിരിക്കും ശബരിമലയിൽ നടക്കുക എന്നുള്ളതാണ് കേരളം പ്രതീക്ഷയോടെ നോക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം.